ഹല്ലേലൂയ. ദൈവത്തിന് ഇടപെടാനായിട്ട് അധിക സമയം വേണ്ട. ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുക. ഒന്ന്. രണ്ട്, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. പാപം ഉപേക്ഷിക്കുക, ക്ഷമിക്കുക. ക്ഷമിച്ചു കഴിയുമ്പോൾ അതിശക്തമായ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പോവുകയാണ്. പലപ്പോഴും ധ്യാനങ്ങളിൽ, ഇതുപോലുള്ള ധ്യാനങ്ങളിൽ ധാരാളം ആളുകൾ, ഒരു കാലഘട്ടത്തിൽ കോവിഡിന് മുൻപ് ആവറേജ് 1000-1200 പേരാണ് ഇവിടെ നമ്മുടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. ആ ഹോളിൽ, മെയിൻ ഹോളിൽ ഒരു തവണ 1700 പേര് നമ്മുടെ ഒരാഴ്ചത്തെ ആയിരുന്നു. അന്ന് ഇവിടെ ഇൻ്റർലോക്കൽ വെറും പായിട്ട് ആളുകൾ കിടക്കുമായിരുന്നു ധ്യാനം കൂടാൻ. അപ്പോൾ ആളുകൾക്ക് പഴയതിലുള്ള തീക്ഷ്ണതയൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ, നമ്മൾ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ, നമ്മൾ ക്ഷമിക്കാനുള്ളവർക്കെല്ലാം പൂർണ്ണമായിട്ട് ക്ഷമ കൊടുത്ത് പ്രാർത്ഥിക്കണം. നമ്മളെ വേദനിപ്പിച്ച എല്ലാവർക്കും ക്ഷമ കൊടുക്കുക. ക്ഷമിക്കാവോ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഉണ്ടോ? മനസ്സിൽ വെറുപ്പോ വിദ്വേഷമൊക്കെ ഉണ്ടോ? ഇല്ലേ? നല്ല കാര്യം. വേണ്ട, വെറുപ്പും വിദ്വേഷവും ഒന്നും നമ്മുടെ മനസ്സിൽ. അപ്പം അങ്ങനെ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ നമ്മൾ നിരുപാധികം ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിച്ചു പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതകരമായ വിടുതൽ കർത്താവ് നമുക്ക് നൽകുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ മനസ്സിൽ ചെറിയ വൈരാഗ്യം അല്ലെ വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ഷമിച്ച് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 13-14 തിരുവചനങ്ങൾ. ഹെബ്രായ ലേഖനം 12:13-14. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നോട് പറയാം, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം. കലഹമുണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യമുണ്ടോ, നമ്മൾ വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ചിലർ വിചാരിക്കുന്നു ലൈംഗികതയിലുള്ള പാപം മാത്രമാണ് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നതെന്ന്. തെറ്റിപ്പോയി. ഏറ്റവും അധികം വിശുദ്ധി നഷ്ടപ്പെടുന്ന പാപമാണ് വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂ ഫിലിം കാണുക, അശുദ്ധിയല്ല. ഈ പാപം ചെയ്തിട്ടുണ്ടോ, സാത്താൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹോശിയ 5:4 വ്യഭിചാരത്തിന് ദുർഭൂതം നിങ്ങളെ കുടികൊള്ളുന്നു. ഈ കൂട്ടത്തിൽ ഈ പാപം ചെയ്യുന്നതിലൊക്കെ വ്യഭിചാരത്തിൻ്റെ ആത്മാവുണ്ട്, നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാനാ പറയുന്നത് വചനം പറയുന്നത്. നമ്മളിപ്പം മുമ്പേ കണ്ട വചനം ഹെബ്രായ ലേഖനത്തിൽ. വിശുദ്ധി നഷ്ടപ്പെടുന്ന ഏത് പാപം ചെയ്താലും വിശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങൾ അതിന് അതിപ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വിശുദ്ധി നഷ്ടപ്പെടുക, ദൈവബന്ധത്തെ മുറിച്ചു കളയും. സാത്താൻ നിങ്ങളുടെ മേൽ ആധിപത്യം വഹിക്കുന്ന പ്രധാനപ്പെട്ട പാപമാണ് ലൈംഗികതയിലെ പാപങ്ങൾ. ഹല്ലേലൂയ. മനസ്സിൽ വെറുപ്പുള്ള ഒരു വ്യക്തി, വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധി നഷ്ടപ്പെട്ട വ്യക്തിയാണ്. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കത്തില്ല. നിന്റെ മനസ്സിൽ വെറുപ്പുണ്ടോ, വൈരാഗ്യമുണ്ടോ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ, വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള സാധ്യമല്ല. നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാപത്തിൻ്റെ മേഖലയാണ് വെറുപ്പും വൈരാഗ്യവും. ചില അവസരങ്ങളിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികൾ
തളർന്നു കിടക്കുന്നവർ, കട്ടിലെ കിടന്നവരൊക്കെ പലപ്പോഴും എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുത രോഗശാന്തി. അവിടെ ഹൃദയത്തിൽ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാവുകയാണ്. അത്ഭുത സൗഖ്യമാണ്. നടക്കാൻ പാടില്ലാത്ത ബലമില്ലാത്ത കാലുകൾ ബലം പ്രാപിക്കുന്നു, പൊക്കാൻ പറ്റാത്ത കൈകളൊക്കെ പൊക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇതുപോലുള്ള വലിയ രോഗശാന്തികൾ നടക്കുന്നതിൻ്റെ പിന്നിൽ ഹൃദയത്തിൽ ക്ഷമിക്കാൻ ഉള്ളവരോട് ക്ഷമിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. 2 വർഷം മുമ്പ് കോട്ടപ്പുറം രൂപത, ലാറ്റിൻ രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ നമ്മളായിരുന്നു. ആ കൺവെൻഷൻ കർത്താവ് ചെയ്ത ഒരു മേജർ ഹീലിംഗ് ആംബുലൻസിൽ കൊണ്ടുവന്ന നിക്സൺ, അതായത് പെയിൻറ്റിങ് ചെയ്യാനാണ്, കെട്ടിടത്തിൽ നിന്ന് വീണ് നട്ടല് ചതഞ്ഞ് ഞരമ്പുകൾ സുഷുപ്ന നാണ്ടി ചതഞ്ഞ് അകത്തേക്ക് പോയിട്ട് അരക്കീഴ്പ്പെട്ട് കംപ്ലീറ്റ് തളർന്ന് 3 മാസം കിടപ്പായിരുന്നൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കർത്താവിൻ്റെ നിസ്സാരമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ആംബുലൻസ് കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ സംസാരിച്ച ആളിനോട് ഞാൻ പറഞ്ഞു, പാപങ്ങളോർത്ത് അനുദപിക്കണം, ക്ഷമിക്കണം, കർത്താവത്തോടും ചേട്ടനോട് കരുണ കാണിക്കും. അല്പസമയം ഒരു 10 മിനിറ്റ് സംസാരിച്ചു. എന്നിട്ടാണ് പ്രാർത്ഥന തുടങ്ങിയത്. അപ്പോൾ ഹൃദയത്തിൽ ആൾ അനുദപിച്ചിട്ടുണ്ട്. ആ വ്യക്തി അവരുടെ ക്ഷമിക്കാൻ ക്ഷമിച്ച് കാണും. ഒരു ദൈവിക ഇടപെടൽ, ആത്മാവിൻ്റെ സ്പർശനം നിക്സന്റെ മേലുണ്ടായി. അതാണ് ആ നിമിഷം തന്നെ കർത്താവ് ഹീൽ ചെയ്തത്. നമ്മുടെ ഹൃദയത്തിൽ ആരോടും വെറുപ്പും വൈരാഗ്യം സൂക്ഷിക്കരുത്. വെറുപ്പും വൈരാഗ്യവും സൂക്ഷിക്കുന്ന വ്യക്തി അശുദ്ധനാണ്, വിശുദ്ധി നഷ്ടപ്പെട്ട വ്യക്തിയാണ്. എല്ലാ പാപങ്ങളും നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തും. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങളിൽ പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. ഹെബ്രായ ലേഖനം 12:15 എൻ്റെ ഓർമ്മ. വിദ്വേഷത്തിൻ്റെ വേര് വളരുകയാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ഉള്ളിൽ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കാൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീർന്നു. എൻ്റെ ഹൃദയത്തിൽ വിദ്വേഷം തുടങ്ങുമ്പോൾ, എൻ്റെ മനസ്സിൽ ഒരു വ്യക്തിയോട് വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം നിറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വിദ്വേഷം വളരുകയാണ്. എൻ്റെ മനസ്സിലേക്ക് നിറയെ ആ വിദ്വേഷത്തിൻ്റെ വേരുകൾ വളരുകയാണ്. ആ വിദ്വേഷം എൻ്റെ ചിന്താമണ്ഡലത്തിൽ നിറയുക. എൻ്റെ ബുദ്ധിയിലും ഓർമ്മയിലൊക്കെ എപ്പോഴും വൈരാഗ്യത്തിൻ്റെ, വെറുപ്പിൻ്റെ ചിന്തകൾ കടന്നു വരികയാണ്. ആ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ദൈവകൃപയിൽ നിന്ന് എന്നെ പുറത്താക്കും. ഞാൻ പൂർണ്ണമായിട്ടും അശുദ്ധനായിട്ട് മാറും. ദൈവകൃപ നഷ്ടപ്പെടുന്ന വലിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ് നമ്മൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന കടുത്ത വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം. പ്രതികാരത്തിൻ്റെ മനസ്സാ ചിലർക്ക്. ഹല്ലേലൂയ. അവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ അശുദ്ധനാണ്. ഞങ്ങളുടെ മനസ്സിന് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, വൈരാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അശുദ്ധി നിറഞ്ഞ വ്യക്തിയാണ്. വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ ദർശിക്കാൻ പറ്റൂ. വിശുദ്ധിയുള്ളവരെ ദൈവത്തെ കാണൂ, അല്ലേ? മത്തായി 5:8 പറയുന്നു, വിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ആ വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ എല്ലാ പാപങ്ങളും നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന പാപങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാപമാണ് ഞാൻ ക്ഷമിക്കത്തില്ല. ചില വാശിയാണ്, ക്ഷമിക്കത്തില്ല. അടുത്ത നാളിൽ ഒരു ഭഗവാനോടെ സിസ്റ്റർ എന്നോട് പറഞ്ഞ അനുഭവമാണ്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുന്ന് ഇറങ്ങിയ ഒരു സിസ്റ്റർ ഓടി വന്നു. എന്നോട് ചോദിച്ചു, സാബു ബ്രദറാണോ? ഞാൻ പറഞ്ഞത് ഞാൻ ബ്രദറിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചെന്താ, സിസ്റ്ററിൻ്റെ സഹോദരിക്ക് 70 വയസ്സ് പ്രായമുണ്ട്. 70 വയസ്സ് പ്രായം. മരിച്ചുപോയ അമ്മയോട് പോലും ക്ഷമിച്ചിട്ടില്ല. അമ്മയോട് ഇപ്പോഴും വൈരാഗ്യമാണ്. ആ ചേച്ചി പറയാണ്, ആ സിസ്റ്റർ പറയുകയാണ്, ഞങ്ങൾ 3 സിസ്റ്റേഴ്സ്, ഞങ്ങൾക്കാർക്കും വീട്ടിൽ ചെല്ലാനൊക്കത്തില്ല, വീട്ടിൽ കയറ്റുകയില്ല. ഞങ്ങളുടെ ഈ സഹോദരി ഏറ്റവും ഇളയാളാണ്. അതായത് ഇവിടെ അപ്പൻ നേരത്തെ മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഇവരൊക്കെ മഠങ്ങളിലേക്ക് പോയി സിസ്റ്റേഴ്സായി. അനിയത്തി പെണ്ണിന് ആദ്യം ഒരു കല്യാണം വന്നു. അപ്പനില്ല. അപ്പോൾ അമ്മയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിപ്പ്. അമ്മയുടെ ആങ്ങളമാരൊക്കെ കൂടി ആദ്യം ആലോചിച്ച് വന്ന വിവാഹം വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇവക്ക് ആ പെണ്ണിനെ ഇഷ്ടം, ആ ചെറുക്കനെ ഇഷ്ടമായിരുന്നു.
അവൻ്റെ കുടുംബ പശ്ചാത്തലം മദ്യപാനവും കൊള്ളുകയില്ലാത്തൊരു കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്, കുടുംബക്കാർ ഒഴിവാക്കിയത്. അതിവിടെ മനസ്സിൽ വൈരാഗ്യമായി, അമ്മയോട് വൈരാഗ്യമായി. അമ്മയാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ആ വൈരാഗ്യം സൂക്ഷിക്കുക. വേറൊരു കല്യാണം വന്നു, ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, ബാങ്ക് മാനേജറായിട്ട് റിട്ടയറായി, വീട്ടിലുണ്ട്, നല്ല മനുഷ്യൻ, സിസ്റ്റർ നല്ല മനുഷ്യനാണ്. പക്ഷേ അനിയത്തിക്ക് അയാളെ ഇഷ്ടമല്ല. രണ്ടൊന്ന് പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ വിദേശങ്ങളിൽ ജോലിയൊക്കെയാണ്. ഇവർ രണ്ടുപേരും വീട്ടിലുള്ളൂ. പക്ഷേ ഈ 70 വയസ്സായ ഈ അനിയത്തി അമ്മയോട് ക്ഷമിച്ചിട്ടില്ല. ഞാൻ ക്ഷമിക്കത്തില്ല, അമ്മയോട് ഞാൻ ക്ഷമിക്കത്തില്ല. ഈ മനുഷ്യൻ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴും 3 പിള്ളേരുണ്ട് കേട്ടോ, മക്കളൊക്കെ കല്യാണം കഴിച്ചു. ഇപ്പോഴും ഇങ്ങനെ ഹൃദയത്തിൽ വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരു സഹോദരിയാണ് സിസ്റ്റർ. ഞങ്ങളുടെ അനിയത്തി 70 വയസ്സുണ്ട്. ഞങ്ങൾക്കാർക്കും വീട്ടിൽ ചെല്ലാൻ അനുവാദമില്ല, വീട്ടിൽ കയറാൻ സമ്മതിക്കത്തില്ല. അമ്മ മരിച്ചുപോയി, എന്നാലും അനിയത്തില്ലേ, വീട്ടിൽ വരണ്ട, കാണുകയും വേണ്ട. ശരിക്കും ഒരു ഈവിൾ സ്പിരിറ്റിന്റെ ബന്ധമായത് വൈരാഗ്യത്തിൻ്റെ ദുരാത്മാവ്, വെറുപ്പിൻ്റെ ദുരാത്മാവ്, ഹെയ്റ്റ്സ് വെറുപ്പിൻ്റെ ആ സ്പിരിറ്റ് ആ സഹോദരിയെ ബന്ധിച്ചിരിക്കുക. മനസ്സും ആത്മാവും ശരീരവും ബുദ്ധിയും മൊത്തം ബന്ധിച്ചിരിക്കുക. 70 വയസ്സായിട്ട് മരിച്ചുപോയ അമ്മയുടെ പോലും ക്ഷമിക്കാൻ പറ്റില്ല. ഒരു ധ്യാനത്തിന് പോകത്തില്ല, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാനായിട്ട് താല്പര്യമില്ല. വല്ലപ്പോഴും പോയി. ആ സിസ്റ്റർ പറയുക, ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം പള്ളിയിലേക്ക് പോകും. പക്ഷേ ഞങ്ങളുടെ അനിയത്തി പള്ളിയിൽ പോകത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കണം. വെറുപ്പെന്ന വികാരത്തിൻ്റെ അതൊരു പൈശാചിക ദുരാത്മാവ്. ആ ആത്മാവിൻ്റെ ബന്ധനത്തിലായിരിക്കുക ഈ 70 വയസ്സുകാരിയായ സ്ത്രീ. ഹല്ലേലൂയ. ഇത് കെട്ടുകഥയില്ല. ഒരു 3-4 മാസം മുമ്പ് ഒരു സിസ്റ്ററിനോട് പറഞ്ഞൊരു അനുഭവമാണ്. ഈ വെറുപ്പും വൈരാഗ്യവും അവരെ രോഗിയാക്കി തീർത്തിരിക്കുക. ഇപ്പോൾ ചില വ്യക്തികൾ ശരീരം തളർന്നു കിടക്കുന്നു. ആ വ്യക്തിയോട് സംസാരിച്ചാൽ അറിയാം, മനസ്സിൽ ചിലപ്പോൾ ആരുടെയും വൈരാഗ്യം വെറുപ്പും കാണും. നമ്മൾ സൂക്ഷിക്കുന്ന വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം നമ്മളെ തീരാ രോഗികളാക്കി മാറ്റും. നമ്മുടെ ശരീരത്ത് നിരന്തരമുള്ള അലർജി, ആസ്മാരോഗം, തളർന്നു പോകുക, ഓർമ്മശക്തിയില്ല, ചിന്താശക്തിയില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പം ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിക്കുക. യേശു തൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകും, നമ്മൾ വിശുദ്ധരായിട്ട് മാറും. ജോസഫിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 40 മുതൽ 50 വരെ അധ്യായങ്ങൾ സമയം പോലെ വായിക്കാം. ജോസഫിൻ്റെ സഹോദരങ്ങൾ 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റ് കളഞ്ഞു. ചരിത്രം അറിയാം. ജോസഫിൻ്റെ സഹോദരങ്ങളാണ് കടുങ്കൈ ചെയ്ത്, അല്ലേ, പൊട്ടക്കനിൽ തള്ളിയിട്ടു. 20 വെള്ളിക്കാശിന് ഇസ്മായിലിലേക്ക് വിറ്റ് കളഞ്ഞു. ഈ ജോസഫ് ഒരു തെറ്റുപോലും ചെയ്യാതെ ജയിലിൽ കിടന്നു, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയാണ് ശിക്ഷ അനുഭവിച്ചത്? തെറ്റ് ചെയ്യാതിരുന്ന. എന്താ കാരണം? പൊത്തിഫാറിൻ്റെ ഭാര്യ അല്ലെ അവിടെ ജോലിക്കാരായിരുന്നപ്പോൾ ആ സ്ത്രീ പാപത്തിന് പ്രേരിപ്പിച്ചു. പക്ഷേ ജോസഫ് പാപത്തിൽ വീണില്ല. ആ സ്ത്രീ ഒരു ദിവസം ജോസഫിൻ്റെ ഉടുപ്പേക്കരെ പിടിച്ചത് പിടിച്ചിട്ട് ഓടി. അപ്പോൾ ആ സ്ത്രീ നിലവിളിച്ചു, ഈ മനുഷ്യനെ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റിയാത്ത ജോസഫ് പിടിക്കപ്പെട്ടു. അവസാനം ജയിലിലായി കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഒരു തെറ്റുപോലും ചെയ്യാത്ത ജോസഫ് ശിക്ഷ ഏൽക്കേണ്ടി വരികയാണ്. നിരപരാധിയായ ജോസഫ് ശിക്ഷിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. വർഷങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ദൈവം നൽകിയ ജ്ഞാനത്തിൽ സ്വർഗീയ രഹസ്യങ്ങൾ, സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. രാജാവിൻ്റെയൊക്കെ സ്വപ്നം വ്യാഖ്യാനിച്ചു. അങ്ങനെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതും അവസാനം ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടൊക്കെ മാറുന്ന ഉന്നത സ്ഥാനത്തേക്ക് ജോസഫ് ഉയർത്തപ്പെടുകയാണ്. ദൈവം കൊടുത്ത ആ സ്വപ്നം വ്യാഖ്യാനിച്ചു. ക്ഷാമം ഉണ്ടാകും 7 വർഷക്കാലം. പിന്നീട് 7 വർഷം സമൃദ്ധി, പിന്നെ ക്ഷാമം. ആ സമൃദ്ധിയുടെ കാലത്ത് വിളവുകളൊക്കെ ശേഖരിച്ചു വെച്ചു രാജ്യത്തിന് വേണ്ടി. അങ്ങനെ ജോസഫിൻ്റെ ബുദ്ധിപരമായ ആ ഒരു ഇടപെടലിൽ ആ രാജ്യം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇസ്രായേൽ യൂദയ ദേശത്ത് ഈജിപ്തിലേക്ക് സഹോദരങ്ങൾ ഭക്ഷണം വാങ്ങാൻ വരുമ്പോഴാണ്, ഈ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ വരുമ്പോഴാണ് അവിടെ വെച്ച് ജോസഫ് അവരുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുകയാണ്.
ജോസഫിന് സ്വന്തം സഹോദരന്മാരെ തിരിച്ചറിയാൻ പറ്റി. പക്ഷെ ജോസഫ് അത് പുറത്തു കാണിച്ചില്ല. പക്ഷെ ജോസഫിൻ്റെ ഉള്ളിൽ കഠിനമായ ദുഃഖമായിരുന്നു, കഠിനമായ വിഷമമുണ്ടായിരുന്നു. അവർക്ക് ധാന്യങ്ങളൊക്കെ കൊടുത്തു. അവർ കൊടുത്ത സമ്പത്ത്, അത് ധാന്യത്തിൻ്റെ വില ചാക്കിലേക്ക് തന്നെ വെച്ചു. പോകുന്ന വഴിക്കാരെ പിടിക്കുന്നു. പിന്നീട് നമുക്കറിയാം, ബെഞ്ചമിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയോട് പൊക്കളാൻ പറയുകയാണ്. ശിമയോനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയോട് പൊക്കളാൻ പറയുന്നു. പിന്നീട് അവർ ഇളയ സഹോദരൻ ബെഞ്ചമിനെയായിട്ട് വരുന്നു. അവിടെ വെച്ച് ജോസഫ് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. യെശയ്യാ 45:2 ഉൽപ്പത്തി 45:2 വെളിപ്പെടുത്തുകയാണ്. തൻ്റെ അടുത്തിരുന്ന ഈജിപ്തുകാരെയെല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. ഉണ്ടോ? സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, നിങ്ങൾ വിഷമിക്കണമെന്ന് പറയുക. ഹല്ലേലൂയ. അപ്പോൾ ജോസഫ് സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നതായിട്ടൊക്കെ നമ്മൾ വചനത്തെ കാണുക. സഹോദര സ്നേഹം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ സഹോദര സ്നേഹം ഉണ്ടോ? ചേട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരും പെങ്ങന്മാരും ആങ്ങളെയും പെങ്ങളും ഒക്കെ നല്ല സ്നേഹബന്ധം ഉണ്ടോ? വിവാഹമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെയാണോ ജീവിക്കുന്നതൊക്കെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പും വൈരാഗ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കണം. മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ സഹോദരങ്ങളോ ആരുമാവട്ടെ, ഒന്ന് ക്ഷമ കൊടുക്കണം. എത്രയോ കുടുംബങ്ങളിൽ ആ സഹോദരങ്ങൾ തമ്മിൽ വൈരാഗ്യത്തിന് ജീവിക്കുന്നത്. മനസ്സിൽ വെറുപ്പും വൈരാഗ്യമാണ്, ക്ഷമിക്കാൻ തയ്യാറല്ല. നമ്മുടെ സഹോദരങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, ക്ഷമിക്കേണ്ട മേഖലയുണ്ടെങ്കിൽ ക്ഷമിക്കാതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. വലിയ ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേ മതിയാവത്തുള്ളൂ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,